ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള എവരെയും സ്വാഗതം ചെയ്യുന്നു. കന്നിക്കൂറിൽ ജനിച്ചവർക്ക് 2026 ഓഗസ്റ്റ് മാസത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചാരഫലം എപ്രകാരമാണെന്ന് പരിശോധിക്കാം. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. 17-ാം തീയതി രാവിലെ 7:52 വരെ സൂര്യൻ കർക്കിടകം രാശിയിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യും. 2-ാം തീയതി രാത്രി 10:51 വരെ ചൊവ്വ ഇടവൻ രാശിയിലും അതിനുശേഷം മിഥുൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. 5-ാം തീയതി രാത്രി 7:54 വരെ ബുധൻ മിഥുനൻ രാശിയിലും അതിനുശേഷം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ കന്നി രാശിയിലും ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചാരഫലം പരിശോധിക്കുമ്പോൾ ഓഗസ്റ്റ് മാസം വളരെ അനുകൂല സമയമാണ്. ധാരാളം ഗ്രഹങ്ങൾ ഇഷ്ടസ്ഥാനത്ത് നിന്ന് ശുഭഫലങ്ങൾ നൽകുന്നുണ്ട്. അത് എപ്രകാരമാണെന്ന് പരിശോധിക്കാം. 17-ാം തീയതിക്ക് ശേഷം സൂര്യൻ ഈ കൂറുകാർക്ക് 11-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലാഭസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ ചാരഫലം വലിയ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നതാണ്. സ്ഥാനാന്തര പ്രാപ്തി ഈ കൂറുകാർക്ക് 11-ാം ഭാവത്തിലെ സൂര്യൻ നൽകുന്നു. ഒരു ഉയർച്ച ജീവിതത്തിൽ അനുഭവപ്പെടും. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക്, ജീവനക്കാർക്ക് ഒക്കെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സ്ഥലം മാറ്റമോ ഒരു പ്രമോഷനോ പ്രതീക്ഷിക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കർമ്മ മേഖലയിൽ കൂടുതൽ ഉയർന്ന സ്ഥാനത്തേക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ കൂടുതൽ അഭിമാനം ലഭിക്കുന്ന ഒരു ജീവിതാവസ്ഥയാണ് ഈ കൂറുകാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കാൻ പോകുന്നത്. അതുപോലെ ധാരാളം ഐശ്വര്യ അനുഭവങ്ങളും ഉണ്ടാകും. തങ്ങളുടെ ദീർഘകാലമായ പല ആഗ്രഹങ്ങളും സാധിച്ചെടുക്കുവാൻ ഇവർക്ക് കഴിയും. വലിയ ആത്മവിശ്വാസത്തോടെ ഏത് രംഗത്തും പ്രവർത്തിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. ഈ കൂറുകാരുടെ കുടുംബത്തിൽ ധാരാളം മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ വളരെ കാലമായി രോഗദുരിതം അനുഭവിക്കുന്ന ഈ കൂറുകാർക്ക് അതിൽ നിന്നും മുക്തി പ്രതീക്ഷിക്കാം. മെച്ചപ്പെട്ട ആരോഗ്യവും സൗഖ്യവും ഇവർക്ക് അനുഭവപ്പെടും. ചൊവ്വ ഇവർക്ക് 2-ാം തീയതിക്ക് ശേഷം 10-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 10-ാം ഭാവത്തിലെ ചൊവ്വ അതീവ ബലവാനാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഈ ചൊവ്വ നൽകും. പല വിധത്തിലുള്ള ധനാഗമം ഈ ചൊവ്വയെ കൊണ്ട് ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. സമ്പാദ്യങ്ങളിൽ നിന്നോ കച്ചവടത്തിൽ നിന്നോ പലിശ ഇനത്തിലോ വാടക ഇനത്തിലോ ഒക്കെ ധാരാളമായി പണം ഇവർക്ക് വന്നു ചേരും. ഇതുവരെ നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന കർമ്മമേഖലയിൽ നിന്നും കൂടുതൽ നേട്ടം ഇവർക്ക് വന്നു ചേരും. പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഇവരെ കൊണ്ട് സാധിക്കും. ബുധൻ കന്നിക്കൂറുകാർക്ക് 10-ഉം 11-ഉം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5-ാം തീയതി വരെ 10-ാം ഭാവത്തിലും അതിനുശേഷം 11-ാം ഭാവത്തിലും ബുധൻ സ്ഥിതി ചെയ്യുന്നു. 10-ാം ഭാവത്തിലെ ബുധൻ ശത്രുനാശവും അതുപോലെ ധനലാഭവും ഇവർക്ക് നൽകുന്നു. ധാരാളം സാമ്പത്തിക നേട്ടം ഇവർക്ക് ജീവിതത്തിൽ അനുഭവപ്പെടും. തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു അവസ്ഥയാണ് ഇവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ വരാൻ പോകുന്നത്. അപ്രതീക്ഷിതമായി പല മേഖലയിൽ നിന്നും ധനപരമായ നേട്ടം ഇവർക്ക് അനുഭവപ്പെടും. അതുപോലെ അസൂയാലുക്കളുടെ ഉപദ്രവവും ഇവർക്ക് തീർത്തും ഇല്ലാതാവും. ഇതുവരെ ഉപദ്രവിച്ചിരുന്ന ആളുകളൊക്കെ ഇവരെ സഹായിക്കാനായിട്ട് മുന്നിട്ട് വരും. സംഭോഗ സുഖവും ഇവർക്ക് കൂടുതലായി അനുഭവപ്പെടും. 11-ാം ഭാവത്തിലെ ബുധൻ മനോഹരമായ ഒരു സംസാര ശൈലിക്ക് ഇവരെ ഉടമകളാക്കും. ഇതിന്റെ ഫലമായി പല നേട്ടങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. മേലധികാരികളെയും സഹപ്രവർത്തകരെയും ഒക്കെ മനോഹരമായ സംസാരത്തിലൂടെ കീഴ്പ്പെടുത്തുവാനും അതിലൂടെ കർമ്മരംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കും. ശത്രുക്കളെ പോലും വാക് സാമർഥ്യം കൊണ്ട് മിത്രങ്ങളാക്കി മാറ്റുവാൻ ഇവർക്ക് സാധിക്കും. ബഹുവിധ ധനലാഭമാണ് 11-ാം ഭാവത്തിലെ ബുധൻ നൽകുന്ന മറ്റൊരു ചാരഫലം. പല മാർഗത്തിലൂടെ ഇവർക്ക് സാമ്പത്തിക നേട്ടം വന്നു ചേരും. എല്ലാം കൊണ്ടും ഇവർക്ക് സൗഖ്യമാണ് ഓഗസ്റ്റ് മാസത്തിൽ അനുഭവപ്പെടുക.
ശാരീരികമായും മാനസികമായും അനുഭവിച്ചിരുന്ന എല്ലാ പ്രയാസങ്ങളും വിട്ടുമാറി വലിയ സന്തോഷവും സൗഖ്യവും ഇവർക്ക് വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കും. ജീവിതത്തിൽ വളരെ കാലമായി നേടാൻ ആഗ്രഹിച്ചതെല്ലാം ഈ ഓഗസ്റ്റ് മാസത്തോടെ ഇവർക്ക് നേടുവാൻ സാധിക്കുന്നതാണ്. വളരെ കാലമായി വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടത്താൻ കഴിയും. അതുപോലെ വീട് ആഗ്രഹിക്കുന്നവർക്ക് വീട് സ്വന്തമാക്കുവാൻ കഴിയും. വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തു വാങ്ങിക്കാനുള്ള അവസരം ഉണ്ടാകും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ 11ാം ഭാവത്തിലെ ബുധൻ ഇവർക്ക് നൽകും. ഭാര്യ, സന്താനം, സുഹൃത്തുക്കൾ ഇവരൊക്കെ ആയിട്ട് വളരെ അകന്നു കഴിയേണ്ടി വന്ന ഈ കൂറുകാർക്ക് ഇവരെല്ലാമായിട്ട് സഹവാസം ചെയ്യാനുള്ള അവസരവും വന്നു ചേരും. ഉദ്യോഗ ആവശ്യത്തിനോ പഠന ആവശ്യത്തിനോ ഒക്കെ അന്യദേശത്ത് താമസിക്കുന്നവർക്ക് സന്താനങ്ങളുമായിട്ടും ഭാര്യയായിട്ടും ഭർത്താവും ഒക്കെ ആയിട്ട് ഒന്നിച്ചു കഴിയുന്നതിനുള്ള അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുവാൻ അനുകൂലമായ സമയമാണ്. അതുപോലെ ഉദ്യോഗാർത്ഥികളായ യുവക്കൾക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ നേടിയെടുക്കുവാനും ഓഗസ്റ്റ് മാസത്തിൽ അവസരം ഉണ്ടാകും. വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 11ാം ഭാവത്തിലാണ്. അഭീഷ്ട സ്ഥാനത്ത് ഉച്ചസ്ഥനായ വ്യാഴം ധാരാളം ഗുണഫലങ്ങൾ ഇവർക്ക് നൽകും. അഭീഷ്ട കാര്യസിദ്ധി 11ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലമാണ്. ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കും. ജീവിത അഭിലാഷങ്ങളായി കൊണ്ടു നടന്നിരുന്ന ആഗ്രഹങ്ങളെല്ലാം ഈ ഓഗസ്റ്റ് മാസത്തിൽ പൂർത്തീകരിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. വാഹനം, വീട്, വസ്തു ഇതൊക്കെ സ്വന്തമാക്കുവാൻ ഇവർക്ക് അവസരം ഉണ്ടാകും. അതുപോലെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യം, വിവാഹകാര്യം ഇതിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ധനലാഭവും സ്ഥാനാന്തര പ്രാപ്തിയും 11ാം ഭാവത്തിലെ വ്യാഴം നൽകുന്നതാണ്. കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് ജീവിതം ഉയരും. മറ്റുള്ളവരുടെ പ്രശംസയും അംഗീകാരവും ബഹുമാനവും ഒക്കെ പിടിച്ചു പറ്റുവാൻ ഇവരെ കൊണ്ട് സാധിക്കും. സാമ്പത്തികമായി എല്ലാ മേഖലയിൽ നിന്നും വലിയ നേട്ടം ഇവർക്ക് അനുഭവപ്പെടും. പ്രത്യേകിച്ചും കർമ്മ മേഖല കൂടുതൽ പുഷ്ടിപ്പെടുകയും അവിടെ നിന്നുമുള്ള സാമ്പത്തിക നേട്ടം കൂടുതലായി അനുഭവപ്പെടുകയും ചെയ്യും. രാഹുവും ഇവർക്ക് അനുകൂല ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു രോഗങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഇവർക്ക് മോചനം നൽകും. ഇതുവരെ അനുഭവപ്പെട്ടിരുന്ന ശത്രുദോഷങ്ങളൊക്കെ പൂർണ്ണമായി ഇല്ലാതാവും. അതുപോലെ രോഗദുരിതങ്ങളിൽ നിന്നും മോചിതരായി മെച്ചപ്പെട്ട ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനുള്ള അവസരം ഓഗസ്റ്റ് മാസത്തിൽ ഇവർക്ക് വന്നു ചേരും. സർവ്വകാര്യത്തിലും വിജയമാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഏത് കാര്യം ആരംഭിച്ചാലും അതൊക്കെ പൂർണ്ണ വിജയത്തിൽ എത്തിക്കുവാനും അതിൽ നിന്നും വലിയ നേട്ടങ്ങൾ കൈയാളാനും ഇവർക്ക് സാധിക്കുന്നതാണ്. എന്നാൽ 17ാം തീയതിക്ക് ശേഷം 12ാം ഭാവത്തിലേക്ക് മാറുന്ന സൂര്യൻ ഇവർക്ക് അത്ര അനുകൂലമല്ല. തങ്ങളുടെ പല സൽപ്രവർത്തികളും ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലപ്രദമാകാതെ വരുവാൻ സാധ്യതയുണ്ട്. ശനി ഇപ്പോൾ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ബലവാനായ ഈ ശനി ദോഷഫലങ്ങൾ കഠിനമായി ചെയ്യുന്നതല്ല. എങ്കിലും ദൂരദേശ ഗമനത്തിന് സാധ്യതയുണ്ട്. അതുപോലെ ദുർജനങ്ങളുമായി ഇടപഴകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കേതു ഇവർക്ക് 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അനാവശ്യമായ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വാദം, പിത്തം ഇത് കോപിച്ച് ചില രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ വൈദ്യസഹായം തേടേണ്ടതാണ്. സൂര്യന്റെയും അതുപോലെ ശനിയുടെയും അനിഷ്ടസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാകുന്നതിന് മഹാദേവന് ധാര കഴിക്കുകയും കൂവളമാല സമർപ്പിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ കേതുവിന്റെ അനിഷ്ടസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഗണപതി ഭഗവാന് കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിന് വഴിപാടുകൾ നടത്തി തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന കന്നിക്കൂറിൽപ്പെട്ട എല്ലാവർക്കും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.